Hi guys, welcome to Hack Files. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ RTL STR ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ എങ്ങനെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിലൂടെ നമുക്ക് ഇതിൽ പോസിബിൾ ആയിട്ട് ലിസൺ ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസീസ് എല്ലാം ലിസൺ ചെയ്യുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമായിരിക്കും നമ്മുടെ ബാക്കി ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് വീഡിയോസൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് ബാക്കി റിമൈനിങ് വീഡിയോസ് ചെയ്യാതിരുന്നത്. എനിവേ എനിക്കറിയാം കുറച്ച് ലേറ്റായി. സോ നമുക്ക് കൂടുതൽ ലൈറ്റ് ആക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഞാനിവിടെ ബ്രൗസറിൽ ആരസ്പൈ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കാണാൻ കഴിയും. അതിലോട്ട് പോകാൻ പോവുകയാണ്. സോ ആ ഒരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഡൗൺലോഡ് ഓപ്ഷൻ നിൽക്കുക. സോ അപ്പോൾ തന്നെ നമ്മുടെ വോയിസിനനുസരിച്ചുള്ള സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും വെബ്സൈറ്റ് ഓൾറെഡി. സോ ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു സിപ്പ് ഫയൽ ആയിരിക്കും കയറുന്നത്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. സോ ഞാനിത് വിൻഡോസ് 10 ആണ്. വിൻഡോസ് 10 ഞാൻ ആൾറെഡി വിൻഡ്രാർ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് അതില്ലാത്തവരാണെങ്കിൽ വിൻഡ്രാർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി വിൻഡോസ് 11 ആണെങ്കിൽ വിൻഡോസ് 11 ഇൻബിൽഡ് ആയിട്ട് തന്നെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് തോന്നുന്നു. സോ വിൻഡ്രാർ ഫ്രീ ആണ്. സോ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. സോ നേരെ ഇപ്പോൾ ഇത് ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയി കിടക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു STR# എന്നുള്ളൊരു സിപ്പ് ഫയൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഞാനിവിടെ എക്സ്ട്രാക്ട് ടു STR# എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോൾഡറിലോട്ട് തന്നെ എക്സ്ട്രാക്റ്റ് ആയിക്കോളും. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിവിടെ ഉണ്ട്. സോ ഞാനൊരു ഫോൾഡർ എടുത്തു. ആ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ RTL STR എന്നുള്ളൊരു ബാറ്റ് ഫയൽ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ അതിൻ്റെ ഒരു RTL STR ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. സോ ഞാനത് ക്ലിക്ക് ചെയ്ത് പ്രസ് എനി കീ ടു കണ്ടിന്യൂ. സോ അത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ RTL STR നമ്മുടെ RTL STR ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് ഞാൻ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ആൻറ്റിന കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ആദ്യം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവർ നമ്മൾ വേറൊരു ഡ്രൈവറിനെ റീപ്ലേസ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ Zadig.exe എന്ന് ഇത് എടുക്കണം. കാരണം നമ്മളിപ്പോൾ ഇത് ഞാൻ പ്ലഗിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും വിൻഡോസ് ഈ സെറ്റിംഗ് അപ്പ്. ബട്ട് വിൻഡോസ് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്രൈവർ ഈ ഒരു STR# കമ്പാറ്റിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ Zadig യൂസ് ചെയ്തിട്ട് വേറൊരു ഡ്രൈവറിന് അതിനെ റീപ്ലേസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവർ റീപ്ലേസ് ചെയ്യുന്നത്, അതിനാണ് Zadig യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മാത്രമേ കാണുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ലിസ്റ്റ് ഓൾ ഡിവൈസസ് എന്ന് കൊടുക്കുക. ലിസ്റ്റ് ഓൾ ഡിവൈസസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബൾക്കിൻ ഇൻ്റർഫേസ് 0 എന്നുള്ള ഒരു സംഭവം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണിത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ റീഇൻസ്റ്റാൾ വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് റീപ്ലേസ് ഡ്രൈവർ എന്നായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റീപ്ലേസ് ഡ്രൈവർ എന്ന് എടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടായിരിക്കാം ഈ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. സോ നിങ്ങളിത് കൊടുക്കുക, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ജസ്റ്റ് പ്ലഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കണമെന്നില്ല. കാരണം അതിൻ്റെ ആൻറ്റിന കൊടുത്താൽ അതിൻ്റെ ഒരു റേഞ്ച് കൂടുതൽ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആൻറ്റിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ RTL STR റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. സോ നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ STR# ഈ .exe ഓപ്പൺ ചെയ്യുക എന്നതാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കാണാൻ കഴിയും. മസ്റ്റ് ഇൻസ്റ്റാൾ .NET ഡെസ്ക്ടോപ്പ് റൺ ടൈം എന്ന് കാണാൻ കഴിയും. അത് ഡൗൺലോഡ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്രൗസറിലോട്ട് പോകും. കണ്ടോ, ഇത് ഡൗൺലോഡ് ആകുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആകും നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ദെൻ യു ക്യാൻ സിംപ്ലി റൺ ദിസ് STR#. ഓക്കെ, സോ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ STR# ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്, ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു UI വരുന്നത് നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന സമയത്ത്. സോ ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ
ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിവൈസ് സെലക്ട് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ സോഴ്സിൽ പോയിട്ട് RTLSTR USB എന്ന് കൊടുക്കുക. ഓക്കെ. സോ ഞാനിവിടെ പ്ലാൻ എന്നൊരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കൊടുക്കുകയാണ്. ഞാൻ സൗണ്ട് ഒന്ന് കുറക്കാം. സോ ഞാനിവിടെ പ്ലേ കൊടുത്ത സമയത്ത് ഇതിൻ്റെ സൗണ്ട് കൊണ്ട് ഒന്നുമില്ല. ഓക്കെ, ഞാനിതിൻ്റെ സൗണ്ട് ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മേ ബി കേൾക്കുന്നുണ്ടാകാം. ഓക്കെ ഓക്കെ ഞാനിവിടെ പ്ലേ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇങ്ങനെ പോകുന്നത്. ഇത് FM പോഡ്കാസ്റ്റിൻ്റെ ഒരു ഇതാണ് വരുന്നത്. സോ ഇതിൽ ഓക്കെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് കൂട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഏതാണ് FM എന്നുള്ള എഴുതിയിട്ടില്ല, ബട്ട് ഏതാണ് പാട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സാധാരണ ഇവിടെ FM അവിടെ എഴുതിയിട്ടുണ്ട്, ക്ലബ് FM എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു ഇതാണ്. ഇതിൽ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എയർ ബാൻഡിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാരണം പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായി, ഇപ്പോൾ ഒരു 6 മാസത്തോളമായി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇതാക്കിയതാണ്. സോ എനിക്കൊന്ന് നോക്കാനുണ്ട്. കാരണം എനിക്കിതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതൊന്നും എന്താണെന്ന് കറക്റ്റ് അറിയില്ല, ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓരോ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതിലുള്ള കാര്യങ്ങൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോ ഔട്ടായതിന് ശേഷം നമുക്കൊരു ലൈവ് സെഷൻ ഇടാം. ലൈവിൽ നമുക്ക് എന്താണ് RTLSTR എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആരും ചെയ്യാത്തത് കൊണ്ടൊന്നല്ല ചെയ്യുന്നത്, അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചാനലിൽ വീഡിയോസും കാര്യങ്ങൾ ലൈവൊക്കെ ഇട്ടിട്ട് കുറേ ആയി. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇനി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരാം, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.